പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലത്തിന്റെ 3-ാം വെള്ളിയാഴ്ചയാണ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നതും പ്രാർത്ഥിക്കാൻ പോകുന്നതും ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ച രംഗമാണ്. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:1 വായിക്കുന്നു, പിലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 27:26 നാം വായിക്കുന്നു, അപ്പോൾ അവർ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തുവെന്ന്. ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ചു എന്നുള്ളത് സത്യമാണ്. വധശിക്ഷയ്ക്ക് മുമ്പ് കുറ്റവാളിയെ ചമ്മട്ടി കൊണ്ട് അടിക്കുക അന്നത്തെ പതിവായിരുന്നു. അങ്ങനെ അടിച്ചടിച്ച് അവർ ഒരു അസ്തപ്രജ്ഞരാകും, അബോധാവസ്ഥയിലേക്ക് കടക്കും. എന്നിട്ടാണ് അതിഭയങ്കരമായ ആ ക്രൂശിക്കൽ നടത്തുക. യേശുവിന്റെ ചമ്മട്ടി അടിമൂലമുണ്ടായ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോൾ ചിന്തിയ ആ രക്തത്തിന്റെ കൃപയാൽ നമുക്ക് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നു എന്ന് 1 പത്രോസ് അധ്യായം 2:24 നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ മുറിവുകളാൽ, അവന്റെ ചമ്മട്ടിയടികളാൽ നമ്മൾ സുഖപ്പെട്ടു. നമുക്കറിയാം, നമ്മളെ പ്രതിയാണ്, ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് പാടുപീടകൾ അത് സഹിച്ചത് എന്ന്. ഇനി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അതായത് നാം യേശുവിന്റെ അമൂല്യമായ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടതിനാൽ നമ്മുടെ ശരീരത്തിൽ നാം അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്ന്. അത് നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ അധ്യായം 6:20. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ ചമ്മട്ടി അടിയിലൂടെയും മറ്റ് അടിയിലൂടെയും കുരിശുമരണത്തിലൂടെയും ചിന്തിയ രക്തത്താൽ, അതാണ് കൊടുത്ത വില. ആ വിലയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇനിയും അത് മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കർത്താവിനെ അത് മഹത്വപ്പെടുത്തണം എന്ന്. റോമൻ പടയാളികൾ പല നീളത്തിലും വലിപ്പത്തിലും ഉള്ള ചമ്മട്ടികൾ ഉപയോഗിക്കും ഇപ്രകാരമുള്ള കുറ്റവാളികളെ അടിക്കുവാനായിട്ട്. ഇനിയും ഈ തുകൽ വള്ളികൾ, അതായത് വടിയുടെ അറ്റത്തുള്ള തുകൽ വള്ളികൾ, അതിന്റെ അഗ്രത്ത് മൂർച്ചയേറിയ ഇരുമ്പ് കഷണങ്ങളും അതുപോലെ ചെമ്മരിയാടിന്റെ കാലിലെ എല്ലിൻ കഷണങ്ങളും തൂക്കിയിട്ടിരിക്കും, അടി ശക്തമാകുവാനായിട്ട്. ഇനി കൈകൾ രണ്ടും തൂണിൽ അത് കെട്ടിയിട്ട് പൂർണ്ണ നഗ്നനായിട്ടാണ് ഇപ്രകാരമുള്ള ചമ്മട്ടി കൊണ്ടുള്ള അടി കുറ്റവാളികൾക്ക് കൊടുക്കുന്നത്. അത് ശക്തരായ യോദ്ധാക്കൾ, പടയാളികൾ ശക്തി കിട്ടാനായിട്ട് കള്ളു കുടിച്ചെന്നിരിക്കും, ഒരു പക്ഷേ മയക്കുമരുന്നെടുക്കും. കാരണം അവർ മനുഷ്യരാണ്. ഇപ്രകാരം ഒരു കുറ്റവാളിയെ അടിച്ച് പുറം പൊട്ടിക്കുക, ശരീരം മുഴുവൻ പൊട്ടിക്കുക ദുഷ്കരമായ ഒരു ജോലിയാണ്. അപ്പോൾ അവര് ഒരു തുടർച്ചൂടെ അടിക്കാൻ, മനക്ഷോഭമില്ലാതെ, മനപ്രയാസമില്ലാതെ അടിക്കാനായിട്ട് മദ്യപിച്ചേക്കാം, മയക്കുമരുന്നെടുത്തേക്കാം. അപ്പോൾ അതിനാൽ അത് ഒരു ലക്കുമില്ലാതെ അങ്ങ് അടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സുബോധമില്ലാതെ അടിക്കുക എന്ന് വേണേൽ പറയാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇടത്തും വലത്തും അടിക്കും. ഇനിയും ഈ അടിയുടെ ശക്തിയും എല്ലാം ആ പടയാളിയുടെ ആരോഗ്യമനുസരിച്ചും മനോഭാവം അനുസരിച്ചുമാണ്. ഇനിയും കഠിനമായി പ്രഹരിക്കുവാൻ പട്ടാള മേധാവികൾ അവരെ നിർബന്ധിക്കും. കാരണം ചിലപ്പോൾ അവരെ കുടിച്ചോ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ കീഴിലോ മന്ദീഭാവമായേക്കാം. അപ്പോൾ പട്ടാള മേധാവികൾ പറയും അത് കൂടുതലടിക്കാൻ, അതേസമയം മരിക്കാൻ അനുവദിക്കരുത്. ചിലപ്പം ചിലരൊക്കെ മരണവക്രത്തിൽ എത്തും. അപ്പോൾ പട്ടാള മേധാവി പറയും സ്റ്റോപ്പ് ചെയ്യും. കാരണം ജീവനോടെ വേണം ക്രൂശിക്കുവാൻ. ഇനി ഈശോയുടെ കാര്യം നമ്മൾ ചിന്തിച്ചാൽ, ഈശോ വലിയ കുറ്റവാളിയായിട്ടാണ് ഇവർ പിടിച്ചത്. താൻ ദൈവമാണ് എന്ന് പറഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ
ദൈവത്തിനെതിരായ ഒരു പാപം. അപ്പം അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എല്ലും കഷണങ്ങളും ഇരുമ്പ് കഷണവും കെട്ടിയുള്ള ചമ്മട്ടി കൊണ്ട് നഗ്നമായ മാംസത്തിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ മാംസമൊക്കെ ഇങ്ങനെ എല്ലേന്ന് പറഞ്ഞു പോകും. നിങ്ങൾ ഒരു പക്ഷേ പാഷൻ ഫിലിം കണ്ടു കാണുമായിരിക്കും. എപ്രകാരം ഓരോ അടിക്കും ആ തൊലിയും മാംസവും കൂടി ഇങ്ങനെ പറഞ്ഞു പോരുന്നത്. കർത്താവിന്റെ ആ അസ്ഥിയൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഞരമ്പുകളൊക്കെ പൊട്ടി തകർന്ന് രക്തം ധാരധാരയായിട്ട് ഒഴുകും. നമ്മൾ ആ ശരീരം അതിനുശേഷം വലിച്ചുകൊണ്ട് പോകുമ്പം ആ രക്തം അങ്ങ് പിണർത്ത നിലത്ത് കിടക്കുന്നൊക്കെ നമ്മൾ ആ ഫിലിമിൽ കണ്ടത് ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. ഇനി മാത്രമല്ല മാംസമൊക്കെ ഇങ്ങനെ ആ ഞാങ്കണയിൽ അല്ലെങ്കിൽ ആ ചമ്മട്ടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. വളരെ പരിതാപകരമായ ഒരു നോട്ടമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇനിയും നീളമുള്ള ആ ചമ്മട്ടി കൊണ്ട് ഇങ്ങനെ അടിച്ച് തൊടയിൽക്കൂടെയും പുറത്തൂടെയൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ അത് ഭയങ്കരമായ വേദനയാണ്. മാത്രമല്ല സ്വകാര്യ ഭാഗങ്ങൾ ശരീരത്തിന്റെ തുടക്കടയിൽ പീനിസ്, നമ്മുടെ ലൈംഗിക അവയവങ്ങളൊക്കെ അടികൊണ്ട് തകരും. നമ്മളൊക്കെ പടത്തിൽ കാണുന്നത് ഈശോയെ ഏതോ ഒരു പക്ഷെങ്കിൽ അല്പമായിട്ട് നഗ്നത മറച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ നമുക്കതിന് സാധിക്കും അപ്രകാരം നഗ്നതയൊന്നും മറച്ചുകൊണ്ടല്ല കുരിശുമരണമോ അല്ലെങ്കിൽ ചമ്മട്ടി കൊണ്ടോ അടി. പൂർണ്ണ നഗ്നനായിട്ട് ആണ്. ഇനിയും പ്രത്തോറിയത്തിൽ വെച്ച് യേശുവിനെ അതിദാരുണമായി ചമ്മട്ടി കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ചുവെന്ന് സുവിശേഷകർ പറയുന്നത്. ആ ക്രൂരമായ ഈ അടികളും ധാരാളമായി ചിന്തിയ രക്തവും കഠിനമായ വേദനയും യേശുവിനെ ക്ഷീണിതനാക്കിയിരുന്നു. നമുക്കറിയാം. ഭാരമുള്ള കുരിശ് തോളിലൊക്കെ വയ്ക്കാനുള്ള അപ്പോഴത്തെ വിഷമം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മാനസികമായ വേദന, മാനസികമായ തകർച്ച, ഈ കുറ്റാരോപണങ്ങൾ, മാത്രമല്ല വിശപ്പും ദാഹവും ദിവസങ്ങളായിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നു. വളരെ അത്യാസന്ന നിലയിലെന്ന പോലെ ആയിക്കഴിഞ്ഞു കർത്താവിന് നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, യേശുവിന്റെ ഈ ചമ്മട്ടടിയും കുരിശുമണ്ണവും നമ്മൾ ചിത്രമായിട്ട് മനസ്സിൽ കാണുമ്പോൾ ഓർക്കണം, യേശു ഇന്നും അപ്രകാരം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന്. മനുഷ്യന്റെ പാപങ്ങൾ, തിന്മകൾ ഇപ്രകാരം വേദനിപ്പിക്കുന്നു കർത്താവിനെ. അതിനുള്ള അടിയിൽ ഈശോ ഒരിക്കൽ എനിക്ക് വ്യക്തമായി പറയുണ്ടായി, ആമാശയം, കുടലുകൾ, വൃക്കകൾ, മൂത്രാശയങ്ങൾ, കരള്, പരപ്പ, ശ്വാസകോശം, നെഞ്ചാങ്കോട്ടയെല്ലാം മുറിയപ്പെട്ടിരുന്നു. കാരണം അത്രമാത്രം അടിയോടെ ശക്തിയായിരുന്നു. ആ തൊഴിയും, അടി മാത്രമല്ല തൊഴിയുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. വടിവെച്ച് കുത്തുമായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറയുണ്ടായി. അങ്ങനെ ശരീരത്തിന്റെ തലം മുതൽ താഴെ വരെയുള്ള അവയവങ്ങളെല്ലാം അങ്ങനെ മുറിയപ്പെടുകയാണ്. അപ്പോൾ ഇത് എന്തിന് നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ 53:4-5 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ശരമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ സാധിക്കും എത്രമാത്രം കർത്താവ് അതിലൂടെ വേദന അനുഭവിച്ചുവെന്ന്. നമ്മൾ വായിക്കുകയാണെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ 50, 51, 52 അധ്യായങ്ങൾ കാണാൻ സാധിക്കും. അതായത് അടിച്ചവർക്ക് കവിളും കാണിച്ചു കൊടുത്ത കർത്താവ് അവരോട് ക്ഷമിച്ചവൻ. അവന്റെ ആ ഷേപ്പ് പോലും മാറി അടികൊണ്ട്. കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യന് തോന്നാത്ത വിധം അവന് ഷേപ്പ് മാറിപ്പോയി. ഇതെല്ലാം ഈ അടിയുടെ പ്രഹരത്തിന്റെ അതികഠിനമായ അസ്വസ്ഥത ബാധിച്ചത് ആണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ യേശു സഹിച്ചത് എന്തിനു വേണ്ടി? അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷരങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി.
നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരിലൊക്കെ നമ്മൾ കൺമുമ്പിൽ കാണണം എപ്രകാരം അതിദാരുണമായിട്ട് കർത്താവിന്റെ ശരീരം അടിച്ചുവെന്ന്. ഇന്ന് നമുക്കത് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് തനിക്ക് കിട്ടിയ അടിയെപ്പറ്റി എപ്രകാരം എന്ന്. 2 കൊരിന്ത്യർ 11:24 വിവിധങ്ങളായ സഹനങ്ങൾ വിവരിച്ചുകൊണ്ട് താനും ഒരു അപ്പസ്തോലൻ ആണ് എന്ന് പൗലോസ് പറയുന്ന ഭാഗമാണ് അത്. അവിടെ പറയുന്നുണ്ട് തനിക്ക് കിട്ടിയ അടി എന്ത് എന്ന്. അതായത് 39 അടി, 40 1 കുറെ എന്നാ പറഞ്ഞത്. എന്നിവിടെ 39 അടി. ഇതാണ് സാധാരണ യഹൂദ നിയമം. 39 അടി കൊടുത്ത് ചരച്ചിട്ടാണ് ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ, പ്രത്യേക അവസരങ്ങളിൽ പ്രത്യേക കുറ്റവാളികൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം അവിടെ ഇഷ്ടം പോലെ അടിക്കുമായിരുന്നു. ലിമിറ്റ് കൂടാതെ കണ്ട് അടിക്കുമായിരുന്നു. യേശുവിന്റെ കാര്യത്തിൽ അപ്രകാരമായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. അതായത് പടയാളികൾ ഇഷ്ടപ്രകാരം അടിക്കുകയായിരുന്നു വലത്തും ഇടത്തും. കാരണം അത്രമാത്രം അവർക്ക് അസഹനീയമായിരുന്നു. ദൈവമല്ലാതെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് ഒന്നാം പ്രമാണമാണ്. അപ്പൊ താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുവെന്ന ആ വലിയ കുറ്റം അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കത്തില്ല. അപ്പൊ ഇവനെ ഇനിയും വച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആ വലിയ അരിശത്തോടുള്ള അടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്രകാരം അടിക്കപ്പെട്ട യേശു, രക്തം ചിതറിയ ആ യേശു നമുക്ക് നമ്മളെ തന്നെയും സുഖപ്പെടുത്തുവാനാണ് ആഗ്രഹിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞതുപോലെ ആന്തരികമായ സൗഖ്യം കിട്ടുവാൻ, അതുപോലെ അതിൽ കൂടുതൽ ചമ്മട്ടിയടികളെല്ലാം എനിക്ക് തോന്നുന്നു നമ്മുടെ അതായത് ആഴത്തിൽ ഉള്ള ശാരീരിക രോഗങ്ങൾ കൂടി സുഖപ്പെടുത്തുവാനല്ലേ കർത്താവ് ഈ സഹിച്ചത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് അവൻ തന്റെ ശരീരത്തിൽ ഈ വേദനകൾ സഹിച്ചത് നമ്മളെ സുഖപ്പെടുത്തുവാനാണ്. മത്തായി എഴുതിയ സുവിശേഷം 8:14 മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 8:17 എഴുതപ്പെട്ടിരിക്കുന്ന നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അതായത് നമ്മുടെ ബലഹീനതകൾ, നമുക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ അടിസ്ഥാന തിന്മകൾ നമ്മുടെ ബലഹീനതകളാണ്. തലപ്പെട്ട ദോഷങ്ങൾ എന്ന് നമ്മൾ പറയും. നിഗളം അല്ലെങ്കിൽ ദവിയാശ, ജഡിയാശകൾ, കോപം, കൊതി, അസൂയ, മടി, ഇതെല്ലാം അടിസ്ഥാന തലപ്പെട്ട ദോഷങ്ങളാണ്. നമ്മളതിനെ ബലഹീനത എന്ന് പറയാറുണ്ട് സാധാരണ. ഈ ബലഹീനതകളിൽ നമുക്ക് ശക്തി നേടി അതിനെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൂടിയാണ് ഈ സഹനം സഹിച്ചത്. നമുക്കറിയാൻ സാധിക്കും, ഈ അടി തുടർന്നു. നമ്മൾ വിചാരിക്കുന്നു അവിടെ വെച്ച് അടിച്ചു, തളർത്തി, അതിനുശേഷം ക്രൂശിക്കാൻ കൊണ്ടുപോയ വഴി അടിച്ചു എന്ന് നമുക്കറിയാം. ആ പട്ടാളക്കാരെ യേശു എപ്രകാരം എപ്പോഴെല്ലാം വീണുവോ അപ്പോൾ അടി കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നത്. കാരണം ക്ഷീണിതനാണ്. നമുക്കറിയാം, ശമയോനെ കൊണ്ട് സഹായിപ്പിച്ചതൊക്കെ നമുക്കറിയാം. ഇനിയും അത്രമാത്രം ക്ഷീണിതനായപ്പോൾ നമ്മൾ കുരിശിന്റെ വഴി നടത്തുമ്പോൾ പറയും 3 തവണ വീണുവെന്ന്. ബൈബിളിൽ പറയുന്ന 3 തവണ എന്ന് പറയുന്നത് പലതവണ എന്ന അർത്ഥമാണ്. ആ കൃത്യം 3 നമ്പറല്ല. ജൂതന്മാർ നമ്പർ പറയുന്നത് അങ്ങനെ 3 തവണ, 7 തവണ എന്നൊക്കെ പറഞ്ഞാൽ പലതവണ എന്നാണ്. നമ്മൾ വായിക്കുന്നുണ്ട് പ്രഭാഷകൻ പുസ്തകത്തിൽ, സുഭാഷിതം പുസ്തകത്തിൽ, അതായത് നീതിമാൻ 7 തവണ വീഴുമെന്ന്. പ്രിയമുള്ളവർ, ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ 7 തഴക്കദോഷങ്ങൾക്ക് വേണ്ടി ആ കർത്താവ് വീണെന്ന് എനിക്ക് തോന്നുന്നു. 7 അല്ലായിരിക്കാം, ഒരുപക്ഷെ 70 തവണയും വീണ് കാണും. അത്രമാത്രം ക്ഷീണിതനായിരുന്നു കർത്താവ്. ഈ വീണപ്പോഴെല്ലാം തെരുതെരെ അടിച്ചുവെന്ന് ഓർക്കണം. വടിവെച്ച് കുത്തുകയും ചെയ്തു. അപ്പോഴെല്ലാം ശരീരത്തിന്റെ പുറമേ മാത്രമല്ല വേദനയും മുറിവും ഉണ്ടായത്. ആന്തരിക അവയവങ്ങൾ ഓരോന്നും തല്ലിക്കലക്കി. ഞാൻ പറഞ്ഞതുപോലെ ശ്വാസകോശങ്ങളും കരളും പതപ്പയും വയറും ലൈംഗിക അവയവങ്ങളുമെല്ലാം തള്ളി ചതച്ചു.
അതെ, മാത്രമല്ല നമുക്കറിയാം ആ കുരിശിലേക്ക് പോകുമ്പോൾ ആ കുരിശ് തോളിൽ വെച്ചത് എന്ത് വേദനിച്ചാന്നറിയാമോ? അപ്പോൾ അവിടെ ആ തോളില് ആ കുരിശ് വെച്ച ആ വേദന എത്ര തവണ കുരിശെടുത്ത് വെച്ചെന്ന് തമ്പുരാനറിയാം. ഒരിക്കലല്ല, വീണപ്പോഴെല്ലാം കുരിശിന് നിലത്തേക്ക് പടയേന് വീണു. അപ്പോൾ എല്ലാവരും വീണ്ടും എടുത്ത് വെക്കുക എന്ന് ഓർക്കണം. അങ്ങനെ ആഴമായ മുറിവ് ആ തോളിലുണ്ടായിരുന്നു. നമുക്കറിയാം, പഞ്ചക്ഷരങ്ങളൊക്കെ സ്വീകരിച്ച എല്ലാവർക്കും ഏറ്റവും വേദനയുണ്ടായിരുന്നത് കുരിശിന്റെ തോളിലെ വേദനയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കുരിശിന്റെ തോളിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ വായിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പൊ ആ തോളിലെ ആ മുറിവ് വലുതായിരുന്നു. അത് എന്തിന്? നമ്മുടെ ഈ ബലഹീനതകൾ മാറി അവിടുത്തെ കൃപയിൽ ജീവിക്കുവാൻ, അവിടുത്തെ കൃപ മതി എന്ന് കർത്താവ് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞുവല്ലോ. 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ അവനൊരു മുള്ളു മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കൃപ മതി എന്ന് പറഞ്ഞുവെന്ന്. നമുക്കതുപോലെ കോപം, അരിശം, ആലസ്യത ഇതൊക്കെ ഉണ്ട്. നമ്മുടെ അടിസ്ഥാന തിന്മകൾ നമ്മളെ ഒത്തിരി വിഷമിപ്പിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അത് കർത്താവിന്റെ ആ സഹനത്തോട് ചേർത്ത് വെക്കുമ്പോൾ നിശ്ചയമായിട്ടും ശക്തിയുള്ളവരായി നമ്മൾ തീരും. നമുക്ക് കർത്താവിന്റെ പിന്നാലെ ശക്തരായിട്ട് സൗഖ്യം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമുക്ക് മാത്രമല്ല, നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധമായിട്ട് പരിപാലിക്കണം. കർത്താവ് ഇതെല്ലാം ശരീരത്തിലാണ് അടികൊണ്ടത്. നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങൾ അനേകമാണ് എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു. നമ്മൾ അല്പനേരം ശാന്തമായി ചിന്തിച്ചാൽ കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് പാപം ചെയ്യുന്നു, നാക്കുകൊണ്ട്, കൈകൊണ്ട്, ലൈംഗിക അവയവങ്ങൾ കൊണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടല്ലയോ നമ്മൾ പാപം ചെയ്യുന്നത്? എങ്കിൽ യേശു ഇവിടെ പറയുകയാണ്, നിന്റെ ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിച്ച് സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സഹനങ്ങൾ സഹിച്ചത് എന്ന്. റോമാക്കാർക്ക് പൗലോസ് ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യേശുവിനോട് ഐക്യപ്പെട്ട ജീവിതത്തിൽ നാം എന്തു ചെയ്യണമെന്ന്. പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ച് ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. റോമ 6 അധ്യായം 11 വചനം. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ഹല്ലേലൂയ. പാപം നമ്മുടെ ശരീരത്തിനുമേ ഭരണം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പാപം ചെയ്തു പോകും. ഉദാഹരണമായിട്ട് പാപത്തിന്റെ ആ ഭരണം എനിക്കുള്ളപ്പോൾ നല്ലതായിട്ട് എനിക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റില്ല, നല്ല വിധി നടത്താൻ പറ്റില്ല, ദുർവിധിയെ നടത്തൂ. മറ്റുള്ളവരെ നോക്കി ചീത്ത പറയാനേ തോന്നൂ, നല്ല വാക്ക് പറയാൻ തോന്നില്ല, മറ്റുള്ളവരെ കഴിയുമ്പോൾ സഹായിക്കാൻ തോന്നില്ല, കൈകൊണ്ട് അടിക്കാനേ തോന്നൂ, അരിശവും ദേഷ്യവും എല്ലാം. അപ്പം അപ്രകാരമുള്ള അധമ വികാരങ്ങൾ വരുന്നു പാപത്തിന് കീഴിൽ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. അപ്പോൾ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിയമത്തിന് കീഴിലല്ല നിങ്ങൾ, പിന്നെയോ കൃപയ്ക്കും കീഴിൽ ആണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ അതുകൊണ്ട് നന്മയ്ക്കായിട്ട്, വിശുദ്ധിക്കായിട്ട് നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കണം. അതേ അധ്യായം റോമ 6 പറയുകയാണ്, നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനായിട്ട് നീതിയുടെ അടിമകളായി സമർപ്പിക്കുവിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോ അവയവങ്ങളെ വിശ്വക്കർപ്പിക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന ദേവാലയമാണ്, പരിശുദ്ധാത്മാവിന്റെ ദേവാലയമാണ്. 1 കൊരിന്ത്യർ 6 അധ്യായം 19 പറയുന്നു, നിങ്ങൾക്കറിവില്ലേ നിങ്ങൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമാണെന്ന്. നിങ്ങളുടെ ദേവാലയത്തെ നശിപ്പിക്കരുത്, അത് പരിശുദ്ധമാണ് എന്ന് 1 കൊരിന്ത്യർ 3 അധ്യായത്തിലും പറയുന്നില്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ പരിപാലിക്കണം. അതിന് കടമയുണ്ട്, അതിനെ അശുദ്ധമാക്കാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് ഈശോ ഈ ചാട്ടവാറടി സഹിച്ചത്. നമ്മുടെ ശരീരത്തെ വിശുദ്ധമായിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധമായി പരിപാലിക്കുമ്പോൾ നിശ്ചയമായിട്ടും ശരീരത്തിന് ആരോഗ്യമുണ്ട്, സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, പാപവും അതുപോലെ രോഗവും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മർക്കോസ് സുവിശേഷം 2 അധ്യായത്തിൽ തളർവാദ രോഗിയെ കൊണ്ടുവന്നപ്പോൾ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചല്ല സുഖപ്പെടുത്തിയത്, എണ്ണ പുരട്ടി അല്ല സുഖപ്പെടുത്തിയത്.
പിന്നെയോ പാപം ക്ഷമിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ ബെഡും എടുത്ത് കട്ടിലും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് തുള്ളിച്ചാടി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ ബെത്സദായിൽ വെച്ച് 38 വർഷമായി തളർന്നു കിടന്നവൻ അവൻ എഴുന്നേറ്റു കർത്താവിന്റെ സ്പർശനത്താൽ. ഇനി അതിനുശേഷം അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നീ പാപം ചെയ്ത് നിനക്ക് കൂടുതലായി സംഭവിക്കാതിരിക്കുവാൻ, നീ വീണ്ടും നടന്നു പോകാതിരിക്കാൻ പാപം ചെയ്യരുത്. ഞാൻ പറഞ്ഞത് അതെ, പാപവും രോഗശാന്തിയും ആരോഗ്യമൊക്കെ ആയിട്ടൊരു ബന്ധമുണ്ട്. പലപ്പോഴും രോഗശാന്തി ശരീരത്തിന് കിട്ടാത്തതിന് കാരണം അത് ഇപ്രകാരം പാപം നമ്മുടെ മേൽ മറ്റ് ശരീരത്തിന് മേൽ ഭരണം നടത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അനുദപിക്കണം, പാപങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് വിശുദ്ധ ജീവിതത്തിനായിട്ട് ശരീരത്തെ വിട്ടുകൊടുക്കണം, തീരുമാനമെടുക്കണം. യേശുവിനെ അനുഗമിച്ചുകൊള്ളാമെന്ന് അത് എന്തെല്ലാം കുരിശുകളും സങ്കടങ്ങളും ഉണ്ടായെങ്കിലും ഈശോയുടെ ശരീരത്തോട് നമ്മുടെ ശരീരത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഏറെ സൗഖ്യങ്ങൾ ഉണ്ടാകും. നമുക്കറിയാം ഇന്ന് പലരുടെയും പാപങ്ങൾ ആണ് അവിടെ രോഗങ്ങൾക്ക് കാരണം. നമുക്കറിയാം ഉദാഹരണമായിട്ട് സെക്ഷുവലായിട്ട് ലൈംഗിക പാപം വരുന്നു, എയ്ഡ്സ് വരുന്നു, നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ നമ്മൾ അമിതമായ ആഹാരം കഴിക്കുന്നു, അതിന്റെ ഫലമായിട്ട് എന്തെല്ലാം രോഗങ്ങളാണ്. ഒരുപക്ഷെ കൊളസ്ട്രോൾ ആയിരിക്കാം, ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ഷുഗർ ആയിരിക്കാം. ഇതെല്ലാം അമിതമായ ആഹാരം. ഇങ്ങനെ നമുക്കാണ് കൊതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അടിസ്ഥാന തിന്മകൾ. അപ്പൊ ഇതൊക്കെ മുഖാന്തരം നമുക്ക് ശാരീരികം ഉണ്ടാകാം. ഇനി ചിലപ്പോൾ കർത്താവ് ചില രോഗം സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ട് സുഖപ്പെടുത്താൻ പറ്റില്ല. പണ്ട് ഞാൻ ഓർക്കാൻ ഡോക്ടർ ജർമ്മനി വെച്ച് എന്നോട് പറഞ്ഞത്, അച്ഛാ വേണമെങ്കിൽ അച്ഛൻ ആ ബൈബിൾ എന്റെ തന്നിട്ട് ഞാൻ പോയി പ്രസംഗിച്ചോളാം, കാരണം അച്ഛനാണ് കൂടുതൽ പേരെ സുഖപ്പെടുത്തുന്നത്, ഞാൻ ഈ ഡോക്ടറായിട്ട് ഈ മുറിയിൽ ഇരുന്നുകൊണ്ട് എന്നതിനേക്കാൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാം, വളരെ സ്നേഹത്തോടെ, ഒരു കത്തോലിക്ക ഡോക്ടറാണ്, അച്ഛാ എന്നെ ഞാൻ പള്ളിയിൽ പോകുന്നതാണ്, എന്റെ അടുക്കൽ ഏറെ പേര് വരും രോഗശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാൻ, മരുന്നിനായിട്ട്. ഞാൻ പരിശോധിക്കും, കൊമ്പും കുരലും എല്ലാം വെച്ച്. എന്നിട്ട് കൊളസ്ട്രോളിന് അല്ലെങ്കിൽ ക്യാൻസറിന് ഒക്കെ മരുന്നുകൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. മാസങ്ങളും വർഷങ്ങളുമായിട്ട് എന്റെ അടുക്കൽ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അച്ഛനെപ്പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞെങ്ങനെയെന്നറിയാമോ, എന്റെ പേഷ്യൻസ് വല്ലതും വിളിച്ചു പറയും, ഞാൻ മഞ്ഞാക്കളച്ചൻ ധ്യാനം കൂടി, ഇനി ഞാൻ രോഗം അങ്ങോട്ട് വരുന്നില്ല ഡോക്ടറെ. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാവുക അതിന്റെ കാരണം എന്തെന്ന്. കാരണം അച്ഛൻ പച്ചയ്ക്ക് പാപത്തെപ്പറ്റിയും അനുതാപത്തെപ്പറ്റിയും പറയും. അങ്ങനെ അവർ നല്ല കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ രോഗശാന്തി കിട്ടുന്നു. ഹല്ലേലൂയ. ഞാനൊരു ഡോക്ടറാണ്, പോയി കുംസാരിക്കുക എന്ന് പറയത്തില്ല. എന്റെ അടുക്ക് വരുന്ന പല രോഗികളും ആഴത്തിൽ അപ്പനോടും അമ്മയോടും ഭാര്യയോടും ഭർത്താവിനോടും പോലും വൈരാഗ്യമുള്ളവരാണ്, ഏറെ അശ്ലീലത്തിൽ ആയിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ്. എന്നാൽ എനിക്ക് പറയത്തില്ല ഇതൊക്കെ നിർത്ത്, പോയി കുമ്പസാരിക്കെന്ന് പറയത്തില്ല. ഞാൻ ഡോക്ടറാ, പറഞ്ഞാൽ എന്നെ ഒരു പക്ഷെങ്കിൽ കോടതി കയറ്റും. ഹല്ലേലൂയ. അച്ഛനെ പച്ചയ്ക്ക് പറയാം, അച്ഛൻ വൈദികനായതുകൊണ്ട്. അതുകൊണ്ടാണ് അച്ഛന്റെ ധ്യാനത്തിൽ ഏറെ പേർക്ക് രോഗശാന്തി കിട്ടുന്നത്. അച്ഛൻ പച്ചയ്ക്ക് പാപത്തെപ്പറ്റിയും അനുതാപത്തെപ്പറ്റിയും പുതിയ ജീവിതത്തെപ്പറ്റിയും പറയുന്നുവെന്ന്. ഇത് വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും വിശുദ്ധമായിരിക്കുമ്പോൾ രോഗാണുക്കൾക്ക് ബാധിക്കാനേ സാധിക്കില്ല. നമുക്കറിയാം, ആദ്യം മാതാപിതാക്കൾ കൃപയിലായിരുന്നു, അന്നവർ രോഗമില്ല, അസ്വസ്ഥതയില്ല, കോപമില്ല, അരിശമില്ല. എന്നാൽ തമ്പുരാനിൽ നിന്ന് അകന്നുപോയി, കൃപയിൽ നിന്ന് അകന്നപ്പോൾ നമുക്കറിയാം രോഗാണുക്കൾ ബാധിക്കാൻ തുടങ്ങി. അതുവരെ രോഗാണുക്കൾ തൊഴിലായിരുന്നു. ഞാൻ പച്ചയ്ക്ക് പറയും, നമ്മൾ കൃപയിലാണ്, പ്രാർത്ഥനയിലാണെങ്കിൽ രോഗാണുക്കൾക്ക് നമ്മുടെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. ഈ പറയുന്ന കോവിഡോ മറ്റേതെങ്കിലും തരത്തിലുള്ള വസന്തകളൊന്നും നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും കർത്താവിനോട് ചേർന്നുകൊണ്ട് ആ കൃപയിൽ നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കേണ്ടത്. ഈ ഓരോ അവയവങ്ങളെയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട്, ഈ ഓരോ അവയവങ്ങളും എന്താണ് അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. നാം ഓരോരുത്തരും യേശുവിന്റെ ശരീരത്തിലെ ഭാഗമാണ്. ഈശോ ആണ് യഥാർത്ഥ തലവൻ. ആ തലയുടെ ശരീരമാണ് സഭ. സഭ എന്ന് പറയുന്നത് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഓരോ വ്യക്തികളും ആണ്. നമ്മൾ 12-ാം അധ്യായം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കർത്താവ്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒന്നായിട്ട് നമ്മൾ സ്നാനം സ്വീകരിച്ചത് യേശുക്രിസ്തുവിൽ വിശുദ്ധരായി ജീവിക്കുവാനാണ്. അപ്പൊ ഞാൻ ഈശോയുടെ ശരീരത്തിന്റെ ഭാഗം, അവിഭാജ്യ ഘടകം.
യേശുവിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു. അത് ഓരോരുത്തരും സ്നാനം സ്വീകരിക്കുമ്പോൾ ഒരേ ആത്മാവിൽ ഏക ശരീരമായി തീരുവാൻ, അവനോട് ചേർന്നിരിക്കുവാൻ. ഇതൊക്കെ വായിക്കുന്നുണ്ട് 1 കൊറിന്തോസ് അധ്യായം 12. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെയാണ് ക്രിസ്തുവും. നമ്മൾ ഓരോരുത്തരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ സ്നാനമേറ്റു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനോട് കൂടിച്ചേർന്ന് ആ വിശുദ്ധിയിൽ ഒരു ശരീരമായിരിക്കുമ്പോൾ ആ തായ്തടിയിൽ നിന്ന്, ശിരസിൽ നിന്ന് കൃപ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, മനസ്സിന് ആരോഗ്യമുണ്ട്, ശരീരത്തിനും ആരോഗ്യമുണ്ട്. അവിടെയാണ് കർത്താവ് നിനക്ക് രോഗമുള്ളപ്പോൾ പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി എന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ചാട്ടവാറുകൾ അടിച്ചു, ചമ്മട്ടിയടിയേറ്റു, കുരിശിന്റെ വഴി വെച്ച് അടിയേറ്റു. അതിനെല്ലാം കാരണം എന്ത്? നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, അവന്റെ മുറിവുകളാൽ നമ്മൾ സുഖമുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരാം. ആ മുറിവുകളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെയും മുറിവുകൾ അർപ്പിക്കാം. കർത്താവേ, സൗഖ്യം തരണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്റെ ശരീരത്തെ വിശുദ്ധമായി പരിപാലിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഉള്ളുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, ഒരു നിമിഷം ശാന്തമായി കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ പാഷൻ എന്ന ഫിലിം പണ്ട് കണ്ടതിനെ മനസ്സിൽ ഓർക്കുക. അതിലും ക്രൂരമായിരുന്നു യേശുവിനുള്ള അടിയെന്ന് പലരും പറയുന്നത്. മാപ്പാപ്പ യോഹന്നാൻ പൗലോസ് മാപ്പാപ്പ ഫിലിം കണ്ടേച്ച് ചിലരൊക്കെ പറഞ്ഞത് ടൂ മച്ചാണ്, ഒത്തിരി കൂടുതലായിപ്പോയി അടിയെന്നപ്പോൾ പറഞ്ഞത് ഇല്ല, ഇത് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നു, ഇതിൽ കൂടുതൽ അടിച്ചു എന്ന്. കാര്യമുള്ള കർത്താവേ, ഈ വചന ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുകൊണ്ട ഇവരെ ഈ നോയമ്പ് കാലത്തെ 3-ാം വെള്ളിയാഴ്ച അങ്ങയുടെ അടികളെപ്പറ്റി ധ്യാനിക്കുവാൻ, അടിയിലുണ്ടായ ക്ഷരങ്ങളെപ്പറ്റി ഓർക്കുവാൻ, ചിന്തിയ രക്തത്തെപ്പറ്റി ഓർക്കുവാൻ ഇപ്പോൾ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നോക്കൂ, ഇവരോരോരുത്തരിലും അടിസ്ഥാന തിന്മകൾ, ഒരു പക്ഷേ കോപമുണ്ട്, അരിശമുണ്ട്, നഗളമുണ്ട്, അലസതയുണ്ട്, ജഡികാസക്തികളുണ്ട്. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം. കർത്താവേ, ഈ നിമിഷം അങ്ങയുടെ അടികളാൽ ഇവരെ സുഖപ്പെടുത്തണമേ. ശാരീരികമായ രോഗങ്ങളുള്ളവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, കൊടിഞ്ഞുള്ളവരുണ്ട്, മനുഷ്യന്റെ ഓർമ്മശക്തി കുറയുന്നവരുണ്ട്, അൾസൈമർ, ഡൈമെൻഷ്യ ഒക്കെ ഉള്ളവരുണ്ട്. കർത്താവേ, അവരെയൊക്കെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരികമായ ശാരീരിക രോഗമുള്ളവരുണ്ട്, ഹാർട്ടിന്റെ രോഗികളുണ്ട്, ഹാർട്ടിന്റെ വാൽവിന് മുറിവുള്ളവരുണ്ട്, അതുപോലെ തന്നെ ലങ്സ്, ശ്വാസകോശങ്ങൾക്ക് കേടുള്ളവർ, ആസ്മ ഉള്ളവർ, ശ്വസിക്കുമ്പോൾ ശ്വാസം മുട്ടലുള്ളവർ, അതുപോലെ തന്നെ കർത്താവേ കരളിന് രോഗമുള്ളവരുണ്ട്. അവരെയൊക്കെ സമർപ്പിക്കുകയാണ് ഈശോയെ. പരപ്പയ്ക്ക് രോഗമുള്ളവർ, ആമാശയ സംബന്ധമായ രോഗമുള്ളവർ, ചെറുകുടലിന് രോഗമുള്ളവർ, അൾസർ ഉള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കിഡ്നി, വൃക്കകൾ ബലഹീനമായിരിക്കുന്നു. അത് വൃക്ക അവിടെ ഒത്തിരി ക്ഷീണിതമായതുകൊണ്ട് ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ആന്തരിക അവയവങ്ങളെ അർപ്പിക്കുന്നു, ഇവർ ലൈംഗിക അവയവങ്ങളെയും അർപ്പിക്കുന്നു. രോഗികളായിട്ടുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഉൽപാദന ശക്തി ഇല്ലാത്തവരുണ്ട്. കർത്താവ് ഇവരെല്ലാം അർപ്പിക്കുകയാണ്. ശരീരത്തിലേക്ക് നോക്കൂ കർത്താവെ, ക്യാൻസർ ഉള്ളവരുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരുണ്ട്, പ്രൊസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവരുണ്ട്. കർത്താവെ, ത്വക്കിൽ ക്യാൻസർ ഉള്ളവർ, അതുപോലെ രക്തത്തിൽ ലുക്കേമിയ ക്യാൻസർ ഉള്ളവർ, ഇങ്ങനെ ഓരോ അവയവങ്ങളെയും ക്യാൻസർ തിന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഞാൻ കാണുന്ന കർത്താവെ, ഇവരോരോരുത്തരെയും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. അങ്ങേ മുറിവിനാൽ ഇവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപകടം മുഖാന്തരമുണ്ടായ വൈകല്യങ്ങളുള്ളവർ, നടക്കാൻ മേലാത്തവർ, വടികുത്തി നടക്കുന്നവർ, കൈപൊക്കാൻ മേലാത്ത, തോളിന് വേദന, യേശു അവരെ സുഖപ്പെടുത്തണമേ. അത് ഏതോ തളർച്ചയുണ്ടായി പെട്ടെന്ന് ഒരു വിശ്വര ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായിരിക്കാം. കർത്താവേ, ഇപ്പോൾ ആ തളർച്ചയിൽ നിന്ന് മോചനം കൊടുക്കണമേ. വീൽ ചെയറിൽ ഇരിക്കുന്നവരെ കാണുന്നു, അതുപോലെ വടികുത്തി നടക്കുന്നവരെ കാണുന്നു. കർത്താവേ, നടക്കാൻ പാടില്ലാത്തവര്, ഈശോയെ അവരുടെ നരമ്പുകളിലേക്ക് അങ്ങേ മുറിവിനാൽ ശക്തി ഒഴുക്കണമേ, അവിടെ അസ്ഥികളിലേക്ക് ശക്തി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ചാട്ടവാറുകൊണ്ടുള്ള അടിയിൽ, ആ കുരിശിന്റെ വഴിയിലൂടെ പോയപ്പോൾ കിട്ടിയ അടികൾ, അതെല്ലാം കൊണ്ട് ഇവിടെ ശരീരത്തിലെ ഓരോ മുറിപ്പാടുകളും സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ത്വക്ക് രോഗമുള്ള ഏറെ പേരെ കാണുന്ന കർത്താവെ, അവരെ സുഖപ്പെടുത്തണമേ. വിട്ടുമാറാത്ത പുണ്ണ് ഉള്ളവരുണ്ട്, കർത്താവെ അവരെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഈശോയെ പുഴുക്കുത്ത് പോലെ ശരീരത്ത് കുത്തുകുത്തായിട്ട് രോഗമുള്ളവരെ ഡോക്ടർമാർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മുഖത്ത് കുത്തുകുത്തായിട്ട് പാടുള്ളവർ, ഇങ്ങനെയുള്ളവരെല്ലാം അർപ്പിക്കുകയാണ് ഈശോ. ഇപ്പോൾ രക്തത്താൽ ഇവരെ തുടയ്ക്കൂ, രക്തത്താൽ ഇവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. അവർ രക്തത്തിൽ കൊളസ്ട്രോൾ ഉള്ളവർ, ഷുഗർ ഉള്ളവർ, അവർ ബിപിയും ബ്ലഡ് പ്രഷർ ഉള്ളവരൊക്കെ ഉണ്ട്. ഇവിടെ രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തത്തെ ശുദ്ധീകരിക്കണമേ, അവരുടെ രക്തധമനികളെയും സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ.
ഓരോ അവയവങ്ങളിലും അങ്ങ് അടികൊണ്ടല്ലോ കർത്താവെ. അങ്ങനെ അതെ തുടക്കടയിൽ വേദനയുള്ളവർ, തുടക്കടയിൽ നീരുള്ളവരെ കർത്താവിയെ കൊണ്ട് അത് പ്രൈവറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ വിവിധ രോഗങ്ങളിലുള്ളവർ, ലൈംഗിക രോഗമുള്ളവരുണ്ട് കർത്താവെ. ഡോക്ടർമാരെ കാണിക്കാൻ പോലും നാണിക്കുന്നവർ, ഈശോ അവരെയൊക്കെ അങ്ങ് മുറിവിനാൽ സുഖപ്പെടുത്തണമേ ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവങ്ങളെ അങ്ങേ മുറിവിട്ട ശരീരത്തിലേക്ക് ദാസൻ അർപ്പിക്കുന്നു. ഈശോയെ ഈ നിമിഷം വരെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ ദാസൻ ഇവരുടെ പക്കലേക്ക് ചെന്ന് കരങ്ങൾ ഇവരുടെ ശിരസിൽ വയ്ക്കുന്നിപ്പോൾ. ഞാനല്ല കർത്താവെ, അങ്ങയുടെ മുറിവിട്ട കരങ്ങൾ പിടിച്ചു വയ്ക്കുന്നു. ഈശോയെ മുറിവിനാൽ സുഖപ്പെടുത്തൂ. യേശുവെ രക്തത്താൽ സുഖപ്പെടുത്തൂ. ഈ നിമിഷം തന്നെ ഇവരുടെ വേദന നീങ്ങിപ്പോട്ടെ, ബലഹീനതകൾ നീങ്ങിപ്പോകട്ടെ. ഈ നിമിഷം തന്നെ വലിയ രോഗങ്ങൾ തന്നെ സുഖമാകട്ടെ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പലരെയും ഞാൻ കാണുന്നു. അവരിപ്പോൾ വിശ്വാസത്തോടെ അങ്ങയുടെ ആ ശക്തി ഏറ്റെടുത്തുകൊണ്ട് സൗഖ്യം പ്രഖ്യാപിക്കുകയാണ്. എന്റെ തലവേദന മാറിയിരിക്കുന്നു, നടുവിനുവേദന മാറിയിരിക്കുന്നു, കാലുവേദന പോയി, എനിക്കിപ്പോൾ നടക്കാം എന്നെ ബോധ്യം കിട്ടിയ പലരെയും ഞാൻ കാണുന്ന കർത്താവെ. അതുപോലെ ആന്തരികമായിട്ട് എനിക്ക് സമാധാനം, സന്തോഷം, ക്ഷമ, കാരുണ്യം ഇവയൊക്കെ കിട്ടിയെന്ന് ബോധ്യമുള്ളവരെ ഞാൻ കാണുന്ന കർത്താവെ. ഇവരെല്ലാം ഇപ്പോൾ ആശീർവദിക്കണമേ. ഇവരോരോരുത്തരുടെ മേലും കർത്താവെ കരങ്ങൾ നീട്ടൂ, കരങ്ങൾ വയ്ക്കൂ. ഈശോയെ ശുദ്ധീകരിക്കൂ. യേശുവേ എന്റെ, യേശുവേ എന്റെ, യേശുവേ എന്റെ, യേശുവേ. എല്ലാവരും കൂടെ വിളിച്ചു പ്രാർത്ഥിച്ചേ. യേശുവേ എന്റെ, യേശുവേ എന്റെ, യേശുവേ എന്റെ, യേശുവേ. കർത്താവേ, ഈ നിമിഷം അങ്ങേ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇവരെ സുഖപ്പെടുത്തുന്നതായിട്ട് ഞാൻ കാണുന്നു. ഈശോ, അങ്ങയുടെ മുറിവിനോടുകൂടി ഇവരുടെ മുറിവുകൾ ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ അങ്ങ് ആ മുറിവിനാൽ സുഖപ്പെടുത്തുന്നു. മക്കളെ, നിങ്ങളെ ഞാൻ കഴുകി വിശുദ്ധീകരിക്കുന്നു. മക്കളെ, എന്റെ മുറിവിനാൽ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ എന്റേതാണെന്ന് അവിടുന്ന് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ ശരീരത്തിലെ വിവിധങ്ങളായ ഒരു 5000-ൽ പരം ഉള്ള മുറിവുകളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ആ മുറിവിനാൽ നിങ്ങളെ ആശീർവദിച്ച് സുഖമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചെയ്തുമേലിൽ പിന്നിലേക്കിൽ അല്പവും. ഇതെല്ലാം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 3ാമത്തെ ആഴ്ചയിൽ കുമ്പസാരിക്കേണ്ടവർ നല്ല കുമ്പസാരം നടത്തുക. രമ്യതപ്പെടാനുള്ളവരെ രമ്യതപ്പെടുക. ശരീരരോഗങ്ങൾ സുഖമാകുവാനും രമ്യതപ്പെടണം. ദൈവസ്നേഹമാണ് സുഖപ്പെടുത്തുന്നത്, ദൈവകൃപയാണ് സുഖപ്പെടുത്തുന്നത്. എല്ലാ രമ്യതക്കുറവുകളും അരിശവും ദേഷ്യവും പകയും എല്ലാം സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുവാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് വീണ്ടും പറയുന്നു. ഈ നോയമ്പ് കാലത്തിന്റെ ഓരോ ദിവസവും അത് കടന്നു പോകുമ്പോൾ യഥാർത്ഥ ഒരു മാനസാന്തരം ഉണ്ടായിരിക്കട്ടെ. ഈശോ പറഞ്ഞ ശക്തമായ വചനം അനുദപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.